ഹായ് എവറി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഗോൾ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ഒരു കൃത്യമായിട്ട് ഗോളില്ലാതെ ലൈഫിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ജോലി ചെയ്യുന്നു, ക്യാഷ് കിട്ടുന്നു, പിന്നെ അടുത്ത് വരുന്നു, അങ്ങനെ ലൈഫ് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതാണ്. കാരണം എന്താ വെച്ചാൽ ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാം. വ്യക്തമായി ഗോളില്ലാത്ത ആൾക്കാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടും എത്താത്ത രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഗോൾ ശരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ ലിമിറ്റേഷൻസും നമ്മളെ കഴിവും നമ്മൾക്ക് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ. മറ്റൊരാൾ അങ്ങനെ ആയെന്ന് വിചാരിച്ച് നമുക്ക് ആ രീതിയിൽ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളെ കഴിവ് എന്താണ്, നമ്മളെ ടാലൻ്റ് എന്താണ്, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് മടുപ്പില്ലാതിരിക്കുള്ളൂ. വേറെ ആൾക്കാർ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ സക്സസ് ആയിട്ട് എത്തി, വേറെയുള്ള ആൾക്കാർ ലൈഫിൽ സക്സസ് ആയി എത്തി, അപ്പോൾ ഞാനും അതേപോലെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഒരു പാഷനും നമ്മളുടെ എബിലിറ്റി, നമ്മളെ കഴിവ് അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പാഷൻ എന്താണോ, നമ്മളെ കഴിവ് എന്താണോ, അതിനനുസരിച്ചുള്ളൊരു ഗോള് നമ്മളെ ലൈഫിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ലൈഫിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ബോർഡാവില്ല. കാരണം എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് നിങ്ങളെ ചെയ്യുന്നത്. നിങ്ങളെ ലൈഫ് നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് വ്യക്തമായിട്ട് ഗോളില്ലാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പരിമിതമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വ്ളോഗൊക്കെ ചെയ്ത് നല്ല പോഡ്കാസ്റ്റ് പോലുള്ള വ്ളോഗുകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല വീഡിയോസ്, ഭാവിയിലെ നല്ല വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്.